നമ്മളിപ്പോൾ ഷബ്ന അവിടെ നിൽക്കുന്ന ജന്തർ മന്ദറിൽ നിന്ന് ആളുകൾ സമരക്കാർ പിരിഞ്ഞു പോകുന്നു എന്നാണല്ലോ ഷബ്ന അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. യുവാക്കൾ അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് 31 ദിവസങ്ങളായിട്ട് അവിടെ തടിച്ചുകൂടിയിരുന്ന ചെറുപ്പക്കാർ ഈ സമരം അവസാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അങ്ങേയറ്റം സുപ്രധാനമായിട്ടുള്ള ഒരു ഏട് അവശേഷിപ്പിച്ചിട്ടാണ് അവർ പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ 2018 MJ അക്ബർ അക്കാലത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടൊരു കേസിൻ്റെയും മറ്റും ഭാഗമായിട്ട് അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് അതിനുശേഷം 2018 ശേഷം 2026 ഒരു മന്ത്രിയുടെ രാജി കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, അതൊരു പ്രാധാന്യമാണ്. ഈ കാണുന്ന 10 വർഷത്തിനടുത്ത് അങ്ങനെ ഒരു രാജിയേ ഉണ്ടായിട്ടില്ല കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് എന്നത്. അതിനുശേഷം അദ്ദേഹം പടിയിറങ്ങുന്നു എന്നത് ഒരു സുപ്രധാനമായിട്ടുള്ള പോയിൻ്റാണ്. പക്ഷേ അതിന് പുറത്ത് രാജിവെക്കുന്ന ആൾ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു എന്നതും, വിദ്യാഭ്യാസം എന്നത് കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെ അതിന് പിന്നിൽ നിൽക്കുന്ന RSSൻ്റെയും നമ്മൾ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമുള്ള സംഘപരിവാർ എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഭാവി രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിലേക്ക് കൂടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഈ വിദ്യാഭ്യാസ മേഖല വഴിയായിരുന്നു. നമുക്കതറിയാം. അതായത് ഈ വിദേശാധിപത്യം, വൈദേശികാധിപത്യം, മുഗൾ രാജാക്കന്മാരുടെ ചരിത്രത്തെയൊക്കെ കുറെ കൂടെ ഗ്ലോറിഫൈ ചെയ്ത് നിർത്തുന്ന, എന്നാൽ ഇന്ത്യയുടെ യഥാർത്ഥ ദേശീയ പാരമ്പര്യത്തിൽ നിന്ന് അകന്നു പോകുന്നൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്ക് ആകപ്പാടെ ഉള്ളത്. അത് പ്രത്യേകിച്ചും ഇവിടെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ ഈ വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. നമ്മുടെ ദേശീയമായ വിദ്യാഭ്യാസ സംഗതികളിലേക്ക് തിരിച്ചു വരണം എന്നതൊക്കെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായിട്ട് കൊണ്ടു നടക്കുന്ന BJP അതിലേക്ക് കാര്യങ്ങളെ പതുക്കെ പതുക്കെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും കാര്യക്ഷമതയുള്ള ആൾ എന്നുകൂടെ അവരുടെ ഇൻ്റേണൽ സർക്കിളുകൾ വിലയിരുത്തപ്പെട്ടിരുന്ന ആളായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ CJPയുടെ ചരിത്ര വിജയം ഇങ്ങനെയൊരു ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെച്ച് വീട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഈ തരത്തിൽ രാഷ്ട്രീയമായിട്ടൊരു തിരിച്ചടി കൂടിയാണ് BJPക്കും RSSനും അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ലഭിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രധാനമായിട്ടും വിലയിരുത്തുക. അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിട്ടുള്ള കാര്യവുമല്ല എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാണണം. അതായത് CJP എന്ന് വെച്ചാൽ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള പേരിൽ തുടങ്ങിയിട്ട് വളരെ നിസ്സാരമായിട്ട് അടിച്ചമർത്തപ്പെടുന്ന ഈ പാർട്ടികളുടെ പേര് സ്വീകരിച്ച് തുടങ്ങിയ ഒരു അതിനിസ്സാരമായിട്ടുള്ള രാഷ്ട്രീയ മൂവ്മെൻറ്റ് പക്ഷേ വലിയ വിജയം നേടിയിരിക്കുന്നു എന്ന് നമ്മൾ കാണണം. ഇത് ഇത്രയും സുപ്രധാനമായിട്ടുള്ളൊരു രാഷ്ട്രീയ ചലനമുണ്ടാക്കിയ ഈ സംഭവത്തിന് പിന്നിൽ നമ്മുടെ സാധാരണ പ്രതിപക്ഷ പാർട്ടികൾ ആരും ആയിരുന്നില്ല എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ കാണണം. അത് മറ്റൊരു പ്രധാനപ്പെട്ട ഈ കാര്യത്തിൻ്റെ ഈ രാഷ്ട്രീയ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രാധാന്യമാണ് എന്ന് നമ്മൾ കാണണം. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള BJPക്കെതിരെയാണ്, അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സർക്കാരിനെതിരെയാണ് CJPയുടെ ചെറുപ്പക്കാരുടെ സമരം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും BJPയും RSSും അടക്കമുള്ള ഒരു വലിയ രാഷ്ട്രീയ നിര ഈ ചെറുപ്പക്കാർക്കെതിരാണ്. അവർക്കെതിരാണ് CJPയുടെ സമരം. പക്ഷേ അവർ മാത്രമായിരുന്നില്ല, മറിച്ച് പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും വലുതായിട്ടുള്ള, നമ്മുടെ രാജ്യം ദീർഘകാലം 7 പതിറ്റാണ്ടുകളിലേറെ ഭരിച്ച കോൺഗ്രസ് പാർട്ടി തന്നെയും CJPക്കെതിരായിരുന്നു ഒരളവോളം എന്ന കാര്യം നമ്മൾ മറക്കരുത്. കാരണം ഇന്നലെ ഹിന്ദു പത്രത്തിൽ, ദേശീയ ദിനപത്രമായിട്ടുള്ള ഹിന്ദു പത്രത്തിൽ എഴുതിയ ദീർഘലേഖനത്തിൽ ഒരിടത്ത് പോലും സോണിയാഗാന്ധി CJP എന്നോ കോക്രോച്ച് ജനതാ പാർട്ടി എന്നോ എഴുതിയിരുന്നില്ല, ഒരു തവണ പോലും എഴുതിയിരുന്നില്ല എന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഈ സമരവിജയത്തിന് ശേഷം പോലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളാകെ തന്നെയും ഇന്ത്യൻ യുവത്വത്തിന് നന്ദി, ഇന്ത്യൻ യുവത്വത്തിന് അഭിവാദ്യങ്ങളെന്ന് പരത്തി പറഞ്ഞാണ്, ജനറലൈസ് ചെയ്താണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. CJP എന്നോ കോക്രോച്ച് ജനതാ പാർട്ടി എന്നോ അവരാരും പറയുന്നില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഭരണപക്ഷത്തിൻ്റെ എതിർപ്പായിരുന്നു, പ്രതിപക്ഷത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള അഭിനന്ദനമോ അനുകൂല നിലപാടോ ഇവർക്കുണ്ടായിരുന്നില്ല എന്ന കാര്യവും നമ്മൾ കാണണം. അതായത് ചെറു സംഘങ്ങളായിട്ടാണ് അവർ അവിടേക്ക് വന്നത്. അഭിജിത് ദീപ്കെ പുറത്തായിരുന്നു, വിദേശ രാജ്യത്തായിരുന്നു. ഈ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ഒരു പരാമർശത്തോടെ ഉണ്ടായ പെട്ടെന്നുള്ള രോഷത്തിലൊരു പേജ് ഉണ്ടാക്കുകയും ആ പേജിന് പിന്നാലെ ചെറുപ്പക്കാരാകപ്പാടെ തടിച്ചുകൂടുകയും പിന്നീട് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കോൺഗ്രസ് പാർട്ടിക്കാരാകെ ഇതിനെതിരായിരുന്നു എന്നൊന്നും പറയുന്ന വളരെ അനുകൂല നിലയുള്ള ആളുകളുണ്ടായിരുന്നു. നമ്മളിന്ന് അസമിലെ ഒരു BJP മന്ത്രിയുടെ മകൾ തന്നെയും ഈ സമരത്തിൽ പങ്കെടുത്തു എന്ന കാര്യം നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, മതജാതി വ്യത്യാസമില്ലാതെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിലെ ഈ സർക്കാരിൻ്റെ പലവിധമായിട്ടുള്ള സംഗതികളിൽ ബുദ്ധിമുട്ടിലായിരുന്ന ചെറുപ്പക്കാരാകെ ഈ നീറ്റ് പരീക്ഷയുടെയും ആ പരീക്ഷാ ക്രമക്കേടിൻ്റെയും തുടർന്നുണ്ടായ രോഷത്തിൽ ഉണർന്നെഴുന്നേറ്റ് വന്നിട്ട് ഇത് ഏതെങ്കിലും ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഈ വിജയം നേടിയിരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ പതിറ്റാണ്ടുകളായിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ള രോഷത്തിൻ്റെ ഒരു എലമെൻ്റ് ആകപ്പാടെ തന്നെ നമുക്ക് കാണാനാകും. അങ്ങനെ MJ അക്ബർ 2018 രാജിവെച്ചതിന് ശേഷം ആദ്യമായിട്ടൊരു കേന്ദ്രമന്ത്രി രാജിവെച്ച് പുറത്തേക്ക് പോകുന്നു എന്നത് ഒരു പ്രാധാന്യം. രാഷ്ട്രീയ ഭരണപക്ഷം
അതിശക്തമായിട്ട് എതിർക്കുന്നു എന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതിപക്ഷത്തിൻ്റെ വലിയ അനുകൂല നില ഇല്ലാതിരുന്നിട്ടും ഇവർ ഒറ്റയ്ക്ക് വിജയം നേടി എന്നത് മറ്റൊരു കാര്യം. നമ്മുടെ രാജ്യത്തിൻ്റെ ദീർഘമായ ചരിത്രത്തിൽ ഇങ്ങനെ സംഘടിതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നേറ്റത്തിലല്ലാതെ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലല്ലാതെ വിജയിക്കുന്ന ഇത്തരം സമരങ്ങളെ നമ്മൾ കണ്ടെത്തുക വളരെ എളുപ്പം അല്ല. അതായത് ഇതിനു മുമ്പും ഇതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ ഡൽഹിയിലും ആ ഭാഗത്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അത്തരം സമരങ്ങളെ തോൽപ്പിക്കാൻ BJP സർക്കാരിന് കേന്ദ്ര സർക്കാരിന് വളരെ എളുപ്പമായിരുന്നു എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഡൽഹിയിലെ ഈ കഴിഞ്ഞ ദിവസം ജന്തർ മന്ദറിൽ അതിവേഗത്തിൽ പോലീസുകാർക്ക് അങ്ങേയറ്റം ക്രൂരമായിട്ട് ഈ ചെറുപ്പക്കാരായുള്ള സമരക്കാരോട് ഇങ്ങനെ എതിരിടാൻ പറ്റിയതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. മൗനാനുവാദവും അല്ലെങ്കിൽ മൗനത്തോടെ അല്ലാതെയുള്ള അനുവാദവും അവർക്ക് ഈ കുട്ടികളെ തല്ലിക്കൊള്ളാൻ പോലീസിന് അവർ കൊടുത്തിരുന്നു. പെല്ലറ്റുകൾ ഉപയോഗിക്കാനുള്ള അനുമതി കൊടുത്തിരുന്നു. അതിരൂക്ഷമായിട്ട് അതിശക്തമായിട്ട് അവരെ ആക്രമിച്ചു കൊള്ളാൻ അവർ അനുവാദം കൊടുത്തിരുന്നു. പോലീസുകാർക്ക് ആ ധൈര്യമുണ്ടായിരുന്നു. പോലീസുകാർക്ക് ആ ധൈര്യത്തിന് മറ്റൊരു കാരണമുള്ളത് അവിടങ്ങളിൽ ഷഹീൻ ബാഗിലടക്കം നടന്ന പല സമരങ്ങളിലും അതിശക്തമായിട്ട് കണ്ണിൽ ചോരയില്ലാതെ ഈ സമരക്കാർക്ക് നേരെ ആക്ഷൻ നടത്താൻ പോലീസിന് സാധിച്ചിരുന്നു. കാരണം അത് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഈ ചില മതസംഗതികൾ അതിനകത്തേക്ക് പറഞ്ഞിട്ടും ഈ ചില തീവ്രവാദ എലമെൻറ്റ്സ് അതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ടും ഈ അർബൻ നക്സൽസ് പോലുള്ള പദപ്രയോഗങ്ങൾ നടത്തിയിട്ടും ആ സമരങ്ങളെ ഇല്ലാതാക്കാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം ആ മേഖലയിലൊക്കെയുള്ള ഈ കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന വോട്ടർമാരിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ ആ മേഖലയിലെ ആളുകളിലേക്ക് ഈ മതപരതയോ അല്ലെങ്കിൽ അർബൻ നക്സൽസ് എന്ന് പറയുന്നതോ മറ്റോ വളരെ എളുപ്പത്തിൽ ചെന്ന് പെടുമായിരുന്നെങ്കിൽ ഈ സമരത്തിൽ ആ നിലക്കുള്ള യാതൊരു ആനുകൂല്യവും കേന്ദ്ര സർക്കാരിനോ BJPക്കോ അവർക്ക് പിന്നിലുള്ള ആളുകൾക്കോ കിട്ടിയില്ല എന്നതാണ്. അവരുടെ ബുദ്ധിശാലികളായിട്ടുള്ള അവരുടെ തിങ്ക് ടാങ്ക്സ് പരമാവധി ശ്രമിച്ചു നോക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ സമരം ഈ ആൻറ്റി നാഷണൽസിൻ്റെ സമരമാണെന്ന് പറയാൻ നോക്കി. അവസാന നിമിഷം ഇന്നിപ്പോൾ മദ്യനിരോധനം അവിടെ നടപ്പാക്കിയിട്ട് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ മദ്യം കുടിച്ച് ആണ് ഈ സമരം ചെയ്യുന്ന തരത്തിലുള്ള ഒരു തെറ്റായ ധാരണയൊക്കെ ഉണ്ടാക്കാൻ അടക്കം ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായിട്ടുള്ള കാര്യങ്ങളടക്കം ചെയ്യാൻ അവർ ശ്രമിച്ചു നോക്കിയെങ്കിൽ അതെല്ലാം പരാജയപ്പെട്ടു പോയത്. ഇതിനകത്ത് മതമോ ജാതിയോ രാഷ്ട്രീയമോ കണക്കാക്കാതെ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അറിയാം BJP പ്രവർത്തകരുടെ മക്കൾ നേതാക്കളുടെ മക്കൾ RSS അനുകൂല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ കുട്ടികൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പലതരത്തിലുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമവും വിലപ്പോവില്ല എന്നവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ നിലക്കെല്ലാം നോക്കിയാൽ ഇത് രാജ്യം സമീപകാലത്ത് കണ്ട അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യ സമീപകാലത്ത് കണ്ട ഏറ്റവും സുപ്രധാനമായ സമരം എന്ന് പറയുമ്പോൾ തന്നെ രാജ്യചരിത്രത്തിൽ തന്നെ സുഘടിതമായ രാഷ്ട്രീയ പാർട്ടികൾ നയിക്കുന്നതല്ലാത്ത ഒരു മുന്നേറ്റം, പെട്ടെന്നുണ്ടായ ഒരു രാഷ്ട്രീയ സംഗതി ഉണ്ടാക്കുന്ന ഒരു മുന്നേറ്റം ഇത്ര വലിയ വിജയം നേടിയതിന് നമ്മുടെ മുന്നിൽ മറ്റൊരു ഉദാഹരണമില്ല. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കാര്യമൊക്കെ വരുമ്പോൾ ഈ നിലക്കുള്ളൊരു വലിയ മുന്നേറ്റമെന്ന് നമുക്കിപ്പോൾ ഈ നിലക്ക് കാണാൻ പറ്റില്ല. ആ കാലത്ത് അത് വലിയ മാധ്യമ പിന്തുണ കൂടെ ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ആ മുന്നേറ്റത്തിൻ്റെയോ അണ്ണാ ഹസാര മൂവ്മെൻറ്റിൻ്റെയോ മാത്രം ശക്തി കൊണ്ടായിരുന്നില്ല. രാജ്യത്ത് ആ ഘട്ടത്തിൽ വളരെ സുഘടിതമായിരുന്ന അങ്ങേയറ്റം എല്ലാ ഏരിയകളിലും വേരുണ്ടായിരുന്ന ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ ആകെ പിന്തുണ കൊണ്ടാണ് ആ സമരം വിജയിച്ചത്. BJP എന്ന് പറയുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ പാർട്ടി അതിന് പിന്നിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ അതിശക്തമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടത് മാധ്യമങ്ങളുടെ പിന്തുണയെ ഉണ്ടായിരുന്നില്ല. ആ മേഖലയിലുള്ള മാധ്യമങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല. ബദൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ടൂളുകളും ഉപയോഗിച്ചാണ് ഈ കുട്ടികൾ തന്നെയാണ് അവരുടെ മാധ്യമ പ്രവർത്തനം നടത്തിയതെന്ന് നമുക്കറിയാം. ഈ ചെറുപ്പക്കാർ തന്നെയാണ് നടത്തിയതെന്നറിയാം. അതുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങളുടെ പിന്തുണ എന്ന ആം ആദ്മി പാർട്ടിക്ക് ആ കാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ആ കാലത്തെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള BJPയുടെ സകല സംവിധാനങ്ങളും സന്നാഹങ്ങളും സൗകര്യങ്ങളും പിന്തുണയും ആ അണ്ണാ ഹസാരെ സമരത്തിനുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ കാലത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ആ നിലക്കുള്ള ഒരു സപ്പോർട്ടും പിന്തുണയും ഈ സമരത്തിനുണ്ടായിരുന്നില്ല. ആശയപരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ അവരവിടേക്ക് പോയിരുന്നേ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നേതാക്കൾ, അതായത് ഇത്തരം കാര്യങ്ങളിൽ ദേശീയ തലത്തിൽ നടക്കുന്ന ചെറിയ പ്രശ്നങ്ങളെപ്പോലും കണ്ട് സംസാരിക്കുന്ന നമ്മുടെ നേതാക്കൾ, ഇവിടെയുള്ള MP-മാരടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിരുന്നില്ല ഇതുവരെയും എന്ന് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ നിലക്ക് ആ കാര്യത്തിലും അണ്ണാ ഹസാരയുടെയും ആം ആദ്മി പാർട്ടിയുടെയും ആ കാലത്തെ മുന്നേറ്റത്തോട് വ്യത്യാസം ഈ സമരത്തിനുണ്ട്. അതുകൊണ്ട് ഏത് നിലക്ക് നോക്കിയാലും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഏട് വിരചിച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ ഇപ്പോൾ ജന്തർ മന്ദറിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇത് ഇനി അങ്ങോട്ടുള്ള ഭാവി എന്താണെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് മോദി സർക്കാർ ആകപ്പാടെ കുലുങ്ങുമെന്നോ അവരിതുകൊണ്ട് ആകപ്പാടെ മോദി സർക്കാർ ആകെ തന്നെയും വീണുപോകുമെന്നോ പ്രതിപക്ഷ സമരങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആശയങ്ങൾക്ക് BJP സർക്കാരിന് മുകളിൽ സമ്പൂർണ്ണ ആധിപത്യം ഇനി അങ്ങോട്ട് ലഭിക്കുമെന്നോ ഒന്നും വിചാരിക്കേണ്ടതില്ല. പക്ഷേ ഈ സമരം ഉണ്ടാക്കിയ ആഘാതം അവർക്ക് ചെറുതായിരിക്കുകയില്ല. ഇനിയിപ്പോൾ വരുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് മേലും വിദ്യാഭ്യാസ മേഖലയിലടക്കം അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് മേലുമൊക്കെ ഈ കണ്ട യുവരോഷത്തിൻ്റെ ഒരു പ്രതിച്ഛായ അവർക്ക് വലിയ ഭീഷണിയും സമ്മർദ്ദവുമായിട്ട് നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ബാക്കി കാര്യങ്ങൾ നമ്മൾ വരും നിമിഷങ്ങളിൽ വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. സ്വാതി.
തനീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, അതായത് വലിയ തരത്തിലുള്ള പ്രതിരോധമാണ് ഇവർക്ക് നേരെ ഉണ്ടായത് എന്നുള്ളതാണ്. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഡൽഹി പോലീസ്, സർക്കാരിനൊപ്പം ചേർന്ന് ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആദ്യം മുതൽ തന്നെ ഇവരുടെ ഈ സമരത്തെ ഒക്കെ വലിയ തരത്തിൽ പുച്ഛിക്കുന്നു. വളരെ കുറച്ച് ആളുകളെ പങ്കെടുക്കുന്നുള്ളൂ എന്ന് പറയുന്നു. അഭിജിത്ത് ദീപ്കെ വരുന്നു. അതിന് പിന്നാലെയും ഈ പുച്ഛം തുടരുകയാണ്. പിന്നീട് സമരം ശക്തമായപ്പോൾ ഈ സോനം വാങ്ചുക്കിനെ അടക്കം പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനാടകീയമായിട്ടാണ് അങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയത്. അതുപോലെ തന്നെ പിന്നീട് സമരം ശക്തമായപ്പോൾ ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നു, മെട്രോ വിച്ഛേദിക്കുന്നു, അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന അവരുടെ വാഹനങ്ങൾ എടുത്തു മാറ്റുന്നു. ഇതൊന്നും നടക്കുന്നില്ല. പിന്നീട് ഈ നീറ്റ് പരീക്ഷ പുനഃസ്ഥാപിക്കാം എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ വരുന്നു. പക്ഷേ ഇതിലൊന്നും സമരക്കാർ പതറുന്നില്ല എന്ന് കണ്ട് ഏറ്റവും അവസാനം കഴിഞ്ഞ 2 ദിവസം നമ്മൾ കണ്ടു, നരേന്ദ്രമോദി രാത്രിയിൽ വന്നിട്ട് സെൽഫി വീഡിയോയിൽ വന്നിട്ട് ഇത്തരത്തിൽ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഈ യുവാക്കളെ അഭിസംബോധന ചെയ്യുന്നു. പിന്നീട് മന്ത്രിമാരോട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ആക്റ്റീവ് ആകാൻ പറയുന്നു, ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ പറയുന്നു. ഇത്തരം പല തന്ത്രങ്ങൾ കേന്ദ്രം പയറ്റി. എന്നിട്ട് പോലും ഇതിലൊന്നും യാതൊരു അനുനയം ഉണ്ടായില്ല എന്നതുകൂടി ഈ സമരത്തിന്റെ ഒരു വിജയമല്ലേ? നിശ്ചയമായിട്ടും. അതായത് സ്വാതി, നമ്മളിപ്പോൾ ഈ സമരത്തിൻ്റെ തുടക്കകാലത്തെക്കുറിച്ച് ആലോചിച്ചാൽ ഇത് വലിയ ശുഭപര്യവസായമായിട്ട് അവസാനിക്കും എന്നാരും കരുതിയിരുന്നില്ല. ഒരു ബഹുഭൂരിപക്ഷം ആളുകളും, നമ്മുടെ രാജ്യത്ത് ഒരു 40 വയസ്സിന് മുകളിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഇതൊരു മറ്റൊരുപാട് സമരങ്ങൾ വന്നതുപോലെ ഇതും ഒരു ഇളക്കമുണ്ടാക്കി അങ്ങ് പോയി പോകുമെന്നേ വിചാരിച്ചിരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇപ്പം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ സമരം നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പോലും ഇതൊരു സമരം ഈ സർക്കാരിനെതിരായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഊന്നിയിട്ട് വളരെ ഈ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ മുന്നോട്ട് വെച്ചിട്ടാണെങ്കിലും നല്ല ശക്തമായിട്ട് നടക്കുന്ന ഒരു സമരമായിരിക്കും. പക്ഷേ